നമസ്കാരം. അഗോര വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ശനി വക്രത്തിൽ എന്നാണ്. അപ്പോ ചില അസുലഭ നേട്ടങ്ങൾ കൊയ്യാൻ 4 രാശിക്കാർ തയ്യാറായിരിക്കുക എന്നതാണ് ഇന്നത്തെ വിഷയം. 4 രാശിക്കാർക്ക് കുറെ ഗുണങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ വെറുതെ അത് കിട്ടും ഇത് കിട്ടും അങ്ങനെയല്ല. എന്നാൽ ഒരുപാട് മാറ്റങ്ങൾ ഈ 4 രാശിക്കാർക്ക് കൂടുതലായിട്ട് വരാൻ പോകുന്നുണ്ട്. 2025 മാർച്ച് 29 രാത്രി 10:39 ശനി തന്റെ കുംഭം രാശിയിൽ നിന്നും വ്യാഴത്തിന്റെ മീനം രാശിയിലേക്ക് പകർന്നത്. അതിനുശേഷം കുറെ രാശിക്കാർ, അതിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ജന്മശനി, അങ്ങനെ പല പേരുകളിലായി ദുരിത ദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം ഈ ഒരു ശനിയുടെ മാറ്റം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും എന്നാൽ കുറച്ചു പേർക്ക് ഗുണവും ലഭിച്ചിട്ടുണ്ടാകാം. കാരണം ശനി എന്ന് പറയുന്ന ഗ്രഹം നമ്മളുടെ ജാതകത്തിൽ എത്ര നല്ല സ്ഥാനത്ത് നിന്നാലും ശനി ഒരു പാപഗ്രഹമായതിനാൽ ചില സമയങ്ങളിൽ ശനി നമുക്ക് ദോഷം ചെയ്യാറുണ്ട്. എന്നാൽ ശനി ഗുണങ്ങൾ ചെയ്യുമ്പോൾ വളരെ വലിയ ഗുണങ്ങളും ചെയ്യാറുണ്ട്. അപ്പൊ ആ ശനി എത്ര നല്ല ആളായിരുന്നാൽ പോലും പാപനായ ശനി പല രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് മാറുമ്പോൾ കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ജന്മശനി എന്നിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആ രാശിയിൽ വരുന്നവർക്കൊക്കെ മാനഹാനി, ധനനഷ്ടം, അപകടം, നമുക്ക് മനസ്സിന് മാനസിക വിഭ്രാന്തി, മനസുഖം ഉണ്ടാവില്ല, എന്തെന്നല്ലാത്ത ടെൻഷൻ, എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും എന്തെന്നല്ലാത്ത ടെൻഷൻ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാം. ഇങ്ങനെ പലതരത്തിലും ജനങ്ങളെ ശനി ബാധിക്കാറുണ്ട്. അപ്പോ അത്തരക്കാർക്ക് ഒരു മനസ്സമാധാനം കിട്ടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ എല്ലാ മാസവും കറുത്ത വാവ്, അതായത് അമാവാസിക്ക് ശാക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട്. അതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. തുടർന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജൂലൈ 13 മുതലാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയത്. അതായത് പിന്നിലോട്ട് സഞ്ചരിക്കുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത്. അത് കുറെ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവാം, എന്നാൽ അറിയാത്തവരും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തമായി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സഞ്ചരിക്കുന്ന ശനി ചില രാശിക്കാർക്ക് ഗുണവും ചില രാശിക്കാർക്ക് ദോഷവും വരുത്തും. അങ്ങനെ ഗുണം വരുന്ന 4 രാശിക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാരണം ഇവർക്ക് ധാരാളം ഗുണങ്ങൾ ഈ ശനിയുടെ വക്രഗതി കൊണ്ട് ലഭിക്കാൻ പോകുന്നുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ശനി കണ്ടകശനി, ഏഴരശനി ആയ സമയത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവാം. അതിൽ നിന്നൊരു മാറ്റം വന്ന് അവരുടെ ജീവിതം ഒരു പുരോഗതിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതായത് 2025 മാർച്ച് 29 ശനി കണ്ടകശനിയായിട്ടും ഏഴരശനിയായിട്ടും വന്നപ്പോൾ ഇവർ ധാരാളം കേസ് വഴക്കുകൾ, ധനച്ചെലവ്, ചീത്തപ്പേര് കേൾക്കല്, മാനസിക പിരിമുറുക്കം എന്ന് വേണ്ട അപകടങ്ങൾ, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു മനസമാധാനവും സന്തോഷവും
ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ശനിയുടെ ഈ വക്രഗതി. അതായത് മേടം രാശിക്കാർക്ക് ശനി വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരെ സംബന്ധിച്ച് ഏഴര ശനിക്കാലമാണ്. ഇവരെ സംബന്ധിച്ച് ഏഴര ശനിക്കാലമാണെന്നറിയാം. പക്ഷെ ഈ ഏഴര ശനിക്കാലമായിട്ട് ആ ബുദ്ധിമുട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ശനിയുടെ വക്രഗതി നല്ല ഗുണങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഇവരുടെ 10ഉം 11ഉം ഭാവാധിപനായ ശനി 12ാം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോഴാണ് ഏഴര ശനി വരുന്നത്. ഇപ്പോ ഈ വക്രഗതി കൊണ്ട് ഇവർക്ക് ധാരാളം നേട്ടങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. അതായത് മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ ഭാഗം ചേരുന്നതാണ് മേടക്കൂറ്. ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ധാരാളം നേട്ടങ്ങളുടെ ഒരു സമയമാണ് ശനിയുടെ വക്രഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സംഭവിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഗുണങ്ങൾ വരാൻ പോകുന്നത്. ധാരാളം പണച്ചെലവും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നവർക്ക് ഇപ്പോ ധാരാളം പണം ലഭിക്കാൻ സാധ്യത വരും. അതുപോലെ തന്നെ കേസ് വഴക്കുകളൊക്കെ തീരുമാനമാവാൻ സാധ്യത വരും. കേസ് വഴക്കുകൾ ഒത്തുതീർപ്പ് വരും. പ്രശ്നങ്ങളിൽ ഉടലെടുത്ത ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ വരാൻ തുടങ്ങും. മാത്രമല്ല കേസ് വഴക്കുകളായിട്ട് മുന്നോട്ട് പോയിരുന്നവരൊക്കെ കേസിൽ നിന്ന് പിൻവലിഞ്ഞ് അല്ലെങ്കിൽ കേസ് ഒത്തുതീർപ്പാക്കിയതിനു ശേഷം അവർ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്തേക്കാണ് ശനിയുടെ ഈ വക്രഗതി കൊണ്ടെത്തിക്കുന്നത്. ധാരാളം ഭൂസ്വത്തുകൾ ലഭിക്കാൻ സാധ്യത വരും. കൃഷി അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവും. കൃഷി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ സാഹചര്യം ഉണ്ടാവുക. നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്കൊക്കെ, അതായത് പ്രകൃതി ദുരന്തം കൊണ്ടോ അങ്ങനെ പലതരത്തിലോ നാശനഷ്ടങ്ങൾ സംഭവിച്ച കൃഷിക്കാർക്കൊക്കെ ഈ ശനിയുടെ വക്രഗതി അനുകൂലമായി വരുന്നതായിരിക്കും. അതായത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായി വരുന്നതായിരിക്കും. ഈ അനുകൂലത കൊണ്ട് തന്നെ ഇവരുടെ ജീവിതം കരപിടിക്കാൻ ഒരു സാധ്യത ഉള്ള സാഹചര്യമാണ് ഈ വക്രഗതി. ശനിയുടെ വക്രഗതി കൊണ്ട് എല്ലാ ശാരീരിക മാനസിക ഉല്ലാസം ഉണ്ടാവും, യാത്രാ ഗുണങ്ങൾ ഉണ്ടാവും, സാമ്പത്തിക നേട്ടം ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും ഗുണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാവും ആ ജോലി കൊണ്ട്. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് വിവാഹം നടക്കാൻ സാധ്യത കൂടുതലാണ്. വിവാഹത്തിന് തീരുമാനമായിരുന്നവരുടെ വിവാഹമൊക്കെ അടുത്ത മാസത്തിലേക്ക് നടക്കാനും അതിനപ്പുറത്തെ മാസത്തിലേക്ക് നടക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വീട്ടുപകരണങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. സാമ്പത്തിക നേട്ടം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. മാനസിക പിരിമുറുക്കം കുറയും, സമാധാനം കിട്ടും ജീവിതത്തിൽ. മേടൻ രാശിക്കാരെ കുറിച്ച് നല്ല ഉന്മേഷവും ഉഷാറും ശനിയുടെ വക്രഗതി കൊണ്ട് ഇവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കുന്നതാണ്. ഇതുവരെ ഇവർക്ക് അപകടങ്ങളും പ്രശ്നങ്ങളും കേസുകളും വഴക്കുകളും മാനനഷ്ടങ്ങളും ധനഹാനിയും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അതൊക്കെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. സമ്പത്ത് വർദ്ധിക്കും, നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട വഴിപാട് ശനീശ്വര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിലോ നിങ്ങൾ നീരാഞ്ജനം എല്ലാ ശനിയാഴ്ചയും ഒരു വഴിപാടായി കഴിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ കൊടുന്നേരാൻ സഹായിക്കുന്നതായിരിക്കും. അടുത്ത രാശിയിലേക്ക് പോകും. അടുത്തതായിട്ട് മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ വരുന്ന മകീരത്തിന്റെ അവസാന ഭാഗവും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ശനി കണ്ടകശനി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഈ കണ്ടകശനി ഇവരെ സംബന്ധിച്ച് ഏറ്റവും മോശമായ അവസ്ഥ ചെയ്യുന്നത് തൊഴിൽ രംഗത്തായിരിക്കും. നമ്മുടെ കർമ്മരംഗത്തായിരിക്കും ശനി മോശാവസ്ഥ ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട്. കാരണം ഇവർക്ക് ശനി 9ാം ഭാവാധിപനും അഷ്ടമാധിപനുമാണ്. ആ ശനി 10ാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചോട് കൂടിയിട്ടാണ് ഇവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. മാന്യമായിട്ട് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ജോലിയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പെട്ടെന്ന് ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കർമ്മരംഗത്ത് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാം. നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ
സംസാരം കേൾക്കേണ്ടി വരിക, അവരുമായിട്ട് സഹകരിച്ചു പോകാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് നമ്മളുടെ സഹപ്രവർത്തകരുമായിട്ട് സഹകരിച്ചു പോകാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ നഷ്ടങ്ങൾ വരിക, നമ്മൾ ചെയ്യുന്ന തൊഴിലെല്ലാം പരാജയപ്പെടുക, നമ്മൾ എന്തെങ്കിലും പ്രവർത്തികൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമുക്കതിൽ നഷ്ടം വരിക, അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ അത് ശരിയാവുന്നില്ല എന്നൊരവസ്ഥ. അത്രയും കാലം ഒരു കുഴപ്പമില്ലാതെ പോയിരുന്ന തൊഴില് പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ പരാജയം വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു വർക്ക് മറ്റുള്ള കസ്റ്റമർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു, അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഓണറുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തൊഴിലാളികളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. കർമ്മരംഗത്ത് ശനി ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കർമ്മം തന്നെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. 10ാം ഭാവത്തിലാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശനി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് അത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മനപ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. കാരണം ജൂലൈ 13 മുതലാണ് ശനി വക്രഗതിയിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഇവർക്ക് ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവാം. കർമ്മരംഗത്ത് ഒരു ഒരു ശോഭിതമായ ജീവിതം കാണാം, അല്ലെങ്കിൽ കർമ്മരംഗത്ത് ഒരു ഉഷാറ് കാണാം, ഉന്മേഷം കാണാം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ മെല്ലെ ഒതുങ്ങി ഒരു സമാധാനത്തിലേക്ക് വരുന്നുണ്ടാകാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചു കാലം ഇവർക്ക് നല്ല തൊഴിലായിരിക്കും, സാമ്പത്തിക നേട്ടമുണ്ടായിരിക്കും, മനപ്രയാസങ്ങൾ മാറിക്കിട്ടും. അതായത് തൊഴിൽ സംബന്ധമായ മനപ്രയാസങ്ങളൊക്കെ ഇവർക്ക് മാറിക്കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സാമ്പത്തിക നേട്ടമുണ്ടാകും. നമ്മളെ തള്ളിപ്പറഞ്ഞവർ വീണ്ടും നമ്മളെ അങ്ങോട്ട് വിളിക്കും. സുഹൃത്ത് ബന്ധം ദൃഢമാകും. സഹോദരന്മാരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല രീതിയിൽ സഹകരിച്ചു പോകാൻ കഴിയുന്നതായിരിക്കും. കുടുംബത്തെ പ്രശ്നങ്ങളും ദുരിതങ്ങളും മാറി സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാം. അവരുടെ പരാജയ ജീവിതത്തിൽ നിന്നും ഒരു പടി മുന്നോട്ട് കയറി സാമ്പത്തിക കുതിപ്പിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. അത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനി ഇവരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവിടെ വെച്ചിട്ട് 13 ശേഷം ഇങ്ങോട്ട് നല്ല മാറ്റങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. സാമ്പത്തിക നേട്ടം വളരെയധികം, അത് ഏത് മേഖല പ്രവർത്തിച്ചാലും ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവുമെന്ന് ഉറപ്പ് തന്നെയാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശനി വക്രഗതിയിൽ വന്നതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി സന്തോഷവും സമാധാനത്തിന്റെയും ദിവസങ്ങളാണ് ഇനി. വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് ഉണ്ടാവും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും അതിന് സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും. ശനിയുടെ ഈ ഒരു വക്രഗതി ഇവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും പുരോഗതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പരാജയത്തിൽ നിന്നും അല്ലെങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നും കരകയറി ഇവർ ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. പലർക്കും ഈ ഗുണം ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. എന്തായാലും ഇവര് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നതും വിളക്ക് മാല പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഇവർക്ക് ശ്രേഷ്ഠമായ ഫലങ്ങൾ കൊണ്ടുവരാൻ എന്ന്. അടുത്തതായിട്ട് കന്നിക്കൂറാണ്. കന്നിയിൽ വരുന്ന ഉത്രത്തിന്റെ അവസാന 1/4 ഭാഗവും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയും ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസ ഭിന്നതകൾ മാറി, ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി, ടെൻഷൻ കുറഞ്ഞ് ദമ്പതികൾ നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ജീവിതം ഈ ഒരു രീതിയിൽ ഇവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇവരെ സംബന്ധിച്ച് 5ഉം 6ഉം ഭാവാധിപനാണ് ശനി. ആ ശനി 7ാം ഭാവത്തിലാണ് 2025 മാർച്ച് 29 മീനം രാശിയിലേക്ക് വന്നതോട് കൂടിയിട്ട് ഇവർക്ക് കണ്ടകശനി എത്തിയിരുന്നത്. ആ കണ്ടകശനി ഈ ജൂലൈ 13 മുതൽ ശനി വക്രഗതിയിൽ വന്നതോട് കൂടിയിട്ട് കണ്ടകശനിയിൽ നിന്നും ശനിയുടെ ദോഷങ്ങൾ മാറി ഗുണങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇവർ എത്തപ്പെട്ടിരിക്കുന്നത്. അതിന് ധാരാളം ഭൂസ്വത്തുകളുള്ളവർക്ക് അത് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ഈ ഭൂസ്വത്തുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമുക്ക് ഭൂസ്വത്ത് ലഭിക്കുക അല്ല, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അല്ല. ചിലർക്ക് സാമ്പത്തിക അടിത്തറ ഉണ്ടാവാം, ചിലർക്ക് അച്ഛനമ്മമാരുടെയോ അല്ലെ അപ്പൂപ്പന്മാരുടെയോ ഒക്കെ സ്വത്തുക്കൾ ഉണ്ടാവാം, അത് കിട്ടാതെ കിടക്കുന്നുണ്ടാവാം. അവർക്കാണ് ഇത്തരം ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഗുണം ഉണ്ടാവും, പക്ഷെ അത് ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലായിരിക്കും എന്ന് മാത്രം. ചിലർക്ക് സാമ്പത്തിക
തരത്തിലായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും തരത്തിലായിരിക്കും ഗുണങ്ങൾ ലഭിക്കുന്നത്. ദമ്പതികളുടെ ഇടയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറി സന്തോഷം ലഭിക്കുമെന്ന് പറഞ്ഞു. അവർ അപ്രത്യക്ഷമായ ധനനേട്ടം ഉണ്ടാവും, സാമ്പത്തിക ഉയർച്ച അവർക്ക് ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചിട്ടികൾക്കും ലോണുകൾക്കുള്ള അനുമതി ലഭിക്കും. ഈ ലോണൊക്കെ പാസ്സാവാണ്ടിരിക്കുന്നെങ്കിൽ അതിനൊക്കെ അനുമതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഇവരെ സംബന്ധിച്ചുണ്ടാകും. അതേപോലെ തന്നെ യോജിച്ച മറ്റുള്ളവരുമായിട്ട് യോജിച്ചു പോകാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. നല്ല വിവാഹാലോചനകൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ലഭിക്കാൻ പോകുന്നത്. മാത്രമല്ല ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വിജയം ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് മത്സര പരീക്ഷകളിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഇന്റർവ്യൂകൾ പാസ്സാവാൻ സാധ്യത കൂടുതലാണ്. ഇന്റർവ്യൂക്ക് ശ്രമിക്കുന്നവർക്ക് അത് പാസ്സായി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ലഭിക്കാൻ പോകുന്നത്. ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതാത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് ഈ ഒരു ശനിയുടെ മാറ്റത്തോടു കൂടി, മാറ്റം എന്നല്ല ഈ വക്രഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല മേലാധികാരികളുമായിട്ട് യോജിച്ചു പോകാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നതാണ്. അതിനുള്ള ഗുണമുണ്ടാവും. ഷെയർ മാർക്കറ്റിലൊക്കെ നിക്ഷേപിക്കുന്നവർക്ക് ലാഭം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഷെയർ മാർക്കറ്റ് പോലുള്ള ഇതിലൊക്കെ നമ്മൾ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ അതിൽ നിന്നും ലാഭം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് വിദേശ യാത്രാ പഠന സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതത്തിലെ ഉയർച്ചകൾ ലഭിക്കുമെന്ന് തീർച്ച തന്നെയാണ്. എന്തായാലും ഇവർ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും വടമാലയും അതുപോലെ തന്നെ അഭിനിവേദ്യം കഴിപ്പിക്കുന്നത് ഇവരുടെ ജീവിതം ശ്രേഷ്ഠമായ ഗുണത്തിലേക്ക് എത്തിക്കുമെന്ന് തീർച്ച തന്നെയാണ്. നമുക്ക് അടുത്ത രാശി നോക്കാം. അടുത്തതായിട്ട് ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ ഭാഗവും ചേർന്നതാണ് ധനുക്കൂർ. ധനുക്കൂറുകാരെ സംബന്ധിച്ച് 2025 മാർച്ച് 29 ശനി ഇവരെ സംബന്ധിച്ച് 2ഉം 3ഉം ഭാവാധിപനായ ശനി 4ലേക്കാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടകശനിയുടെ ബുദ്ധിമുട്ട് ഇവർക്ക് ധാരാളം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതോട് ജൂലൈ 13 ശനി വക്രഗതിയില് ആയതോട് കൂടിയിട്ട് ഇവരെ സംബന്ധിച്ച് ആ ഒരു ജീവിതത്തിലെ ദുരിതങ്ങൾക്കും ഒരു അറുതി വന്നിട്ടുണ്ടാകാം. ഒരു പരിധി വരെ ഒരു അറുതി വന്നിട്ടുണ്ടാകാം, സമാധാനം കിട്ടിയിട്ടുണ്ടാകാം. കാരണം വാഹനം, വസ്തു, വീട് ഇതിന്റെ മുകളിലുള്ള പ്രതിസന്ധികളെല്ലാം മാറി കിട്ടുന്നതാണ് ഇവരെ സംബന്ധിച്ച്. നമ്മൾ ഒരു വാഹനം മേടിക്കാനോ വസ്തു അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ആധാരം ശരിയാകാതെ വരികയോ അല്ലെങ്കിൽ ആ പേപ്പറുകൾ ശരിയാകാതെ വരികയോ അത് പൂർണ്ണമായിട്ടും പൈസ കൊടുത്തിട്ടു അത് നമുക്ക് തിരിച്ച് എഴുതി തരാതെ വരികയോ അതിലുള്ള പ്രതിസന്ധികൾ എന്താണോ അത് പൂർണ്ണമായി മാറി കിട്ടുന്നതാണ്. ഈ മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ശനി 4ാം ഭാവത്തിലേക്ക് മാറിയത് കണ്ടകശനി ആയെങ്കിൽ പോലും ഈ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ഇപ്പോൾ ഇവർക്ക് ഗുണഫലങ്ങൾ നൽകുന്ന സമയമാണ്. അതായത് ഇവരെ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും അത് മാറി കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും. അതായത് വീട് പണി പൂർത്തീകരിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ, പല പ്രശ്നങ്ങളാൽ വീട് പണി പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ അത് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അത് സാമ്പത്തികമായിക്കോട്ടെ വേറെ പല വിഷയം കൊണ്ടായിരിക്കോട്ടെ, എന്തായാലും അതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന് തീർച്ച തന്നെയാണ്. നിങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കപ്പെടും തന്നെ. അതുപോലെ തന്നെ പുതിയ വീട് വാങ്ങുന്നതിനും, നമ്മുടെ വീട് കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥലം വസ്തു കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കച്ചവടം ആവുന്നില്ലെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ശനിയുടെ വക്രഗതി ഇവർക്ക് അനുകൂലമായി സംഭവിക്കുന്നതാണ്. അതുപോലെ സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ചില സഹോദരങ്ങളുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ടുള്ളവർക്ക് അറിയാം, അത് നല്ല രീതിയിലായി നല്ല ബന്ധമായി മുന്നോട്ട് പോകാൻ, സന്തോഷത്തോടെ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ശനിയുടെ ഈ ഒരു വക്രഗതി കൊണ്ട്. അതായത് സമാധാനവും സന്തോഷവും കുടുംബത്തിൽ വരും. ആശയവിനിമയം ധാരാളം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും. ഗുണപ്രദമായ വിവാഹ ബന്ധം വന്നു ചേരുമെന്ന് തീർച്ച തന്നെയാണ്. അതേപോലെ തടസ്സങ്ങൾ മാറി വരുന്നതാണ്. അനുയോജ്യമായ കാര്യങ്ങൾ പലതും നമ്മളുടെ കയ്യിൽ വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. വിദേശ പഠനം സാധ്യമാകും. വിദേശ യാത്ര ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് ഇപ്പോൾ. ശ്രമിക്കുന്നവർക്കൊക്കെ പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും. കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാവും, പുരോഗതി ഉണ്ടാവും, സാമ്പത്തിക നേട്ടം ഉണ്ടാവും. ധനുരാശിക്കാരെ സംബന്ധിച്ച് എല്ലാ ഗുണങ്ങളും ഈ ശനി വക്രഗതിയിലായതോട് കൂടിയിട്ട്
ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് കാലമായി ജോലിക്ക് ശ്രമിക്കുന്നു, നമുക്ക് ജോലിയും കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് ഈ ഒരു സമയത്ത് ശ്രമിച്ചോളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ജോലി ലഭിച്ചിരിക്കും. നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഒരു ജോലി തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. കണ്ടകശനിയിൽ വിഷമിച്ചിരുന്ന 4 രാശിക്കാർക്കും ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഈ സമയം, അനുകൂലമായി വരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവുന്ന ഒരു വഴിയിലേക്കാണ് ശനി വക്രഗതിയിലായതുകൊണ്ട് ചെന്നെത്താൻ പോകുന്നത്. അല്ല, ശനിയുടെ കാഠിന്യം എത്രമാത്രം ഉണ്ട് എന്ന് ഈ കണ്ടകശനിയും ഏഴരശനിയും അഷ്ടമശനിയും ഒക്കെ അനുഭവിച്ചവർക്ക് അറിയാം. ശനി എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും അവരുടെ ജീവിതത്തിൽ എന്ന്. പലതരത്തിലുള്ള അപകടങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം. ശനിയുടെ ഈ പ്രശ്നം, ശനിയുടെ ബുദ്ധിമുട്ട് ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവാം. സ്വന്തം ഗ്രഹനില കൂടി നമ്മളൊന്ന് സ്വന്തമായി നമ്മുടെ ഗ്രഹനില ഒന്ന് പരിശോധിക്കണം. ശനി നിങ്ങളുടെ ജാതകത്തിൽ എപ്രകാരമാണോ നിൽക്കുന്നത്, നിങ്ങൾക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ നിൽക്കുന്നത് എന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതൊന്ന് നോക്കിയിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുക. നിങ്ങൾ എന്തായാലും ഒരു അസ്ട്രോളജറെ കാണിക്കുക, ഉത്തമനായ ഒരു അസ്ട്രോളജറെ നിങ്ങൾ കാണിക്കുക, നിങ്ങളുടെ ജാതകം എന്നിട്ടൊന്ന് പരിശോധിപ്പിക്കുക. ശനി നമ്മുടെ ജാതകത്തിൽ എപ്രകാരമാണോ, മോശമായ സ്ഥാനത്താണോ അതോ നല്ല സ്ഥാനത്താണോ ശനി നിൽക്കുന്നത് എന്ന് നോക്കുക. ശനിക്ക് മോശ അവസ്ഥയാണെങ്കിൽ അതിന് ചെറിയ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധി വരെ പരിഹാരം തേടാനാകുന്നതാണ്. എന്തായാലും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ ഒരു വീഡിയോയിൽ പുതിയ ഒരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുമാത്രമല്ല, എല്ലാ മാസവും അമാവാസിക്ക് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട്. അതിൽ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.